ഇത് നല്ല നാടൻ കോഴി ഇതാ 2 കിലോ ഉണ്ട് ഇറച്ചി. ഇന്ന് ഇത് കുരുമുളക് ഇട്ടിട്ട് ഒരു കസകസിട്ട് അതിൽ കൂടെ കുബുസും ഒക്കെ ഉള്ള പരിപാടിയാണ്. ഇതാ ഇതിപ്പോൾ തോല് പൊളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ തോല് പൊളിച്ച് തിന്നാൽ വേറെ ടേസ്റ്റ് ഉണ്ട്. നമ്മളെ മറ്റേ കോഴിൻ്റെ മാതിരല്ല, ഇത് തോലോടുക്കനെ തിന്നാം. ഇതിങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇത് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് ഒരു മീഡിയം കഷ്ണം നുറുക്കിയിട്ട് കുരുമുളക് ഇട്ടിട്ട് ചെറിയൊരു വെള്ളത്തിൽ പറളായിട്ട് വെച്ചാണ്ടല്ലോ. ആഹാ എന്താ കോഴി. ഇതാ ഞാൻ അതുമാതിരി ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ കോഴിയുണ്ട്, കരിങ്കോഴി എന്ന് പറയുന്നതിന്. ഇതിൻ്റെ തൊലിയും കണ്ടില്ലേ, ഇതൊന്ന് വെളുത്തിട്ടും ഒന്ന് കറുത്തിട്ടും. ഇത് കരിങ്കോഴിയാണ്. ഇത് നല്ല മരുന്ന് ഔഷധം കൊണ്ടുള്ള ഒരു കോഴിയാണത് ഈ കാണുന്നത്, കണ്ടോ. ഇതിൻ്റെ നാറം കണ്ടില്ലേ. അപ്പം ഇതിന്ന് വൈകുന്നേരം കശാപ്പാക്കിയിട്ട് നല്ല കുബുസും കൂട്ടിയിട്ട് ഇന്ന് അടിക്കാനുള്ളതാണിത്. നല്ല നാടൻ കോഴി, ഗിരിരാജ് എന്നല്ല, കണ്ടോ. എന്താണ് ഇതിൻ്റെയൊക്കെ ഭംഗി. കോഴിനെ ഫോക്കസ് ചെയ്യും, ശരിക്കും ഫോക്കസ് ചെയ്യും, കണ്ടോ. 2 കിലോ, 2 കോഴി കൂടി 3 കിലോ ഉണ്ട്, 3.5 കിലോ ഉണ്ട്. എങ്ങനെ ക്ലിയർ ഉണ്ടോ പോസൊക്കെ. ഈ ഒരു കോഴി ഒരു 2.5 കിലോ ഉണ്ടാവും. ഇതിൻ്റെ കേടൊക്കെ കഴിച്ച് ഇറച്ചിയായിട്ട് ഒരു 2 കിലോ എങ്ങനെ കിട്ടും. ഇതുമായി തന്നെ ഒരു ഇറച്ചി ഒരു 1.5 കിലോ കണ്ട് കിട്ടും. ഇതിൻ്റെ ഇറച്ചി രണ്ടും കൂടെ 3.5 കിലോ. ഇന്ന് കുബുസും കൂട്ടിയിട്ട് കുരുമുളക് കൂട്ടി വെക്കണത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിയാക്കി വെക്കരുത്, ഒരു വരട്ട് പോലെ രീതിയിൽ, കണ്ടില്ലേ. 5 ദിവസമൊക്കെ കാരണം ചിരിച്ച് കളിച്ച് നടന്ന ഒരു കരിങ്കോഴിയാണിത്. ഇന്ന് അവനെ കശാപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യമുള്ളൂ വെച്ചോ.